SIR-ൽ സർക്കാരിന് ഇരട്ടത്താപ്പെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ. തമിഴ്നാടും പശ്ചിമബംഗാളും SIR-നെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചു. വോട്ടർ പട്ടിക പരിഷ്കരിക്കുകയല്ല, BJP-യുടെ അജണ്ട നടപ്പാക്കാനാണ് ശ്രമമെന്നും AP അനിൽകുമാർ മീഡിയ വണ്ണോട് പറഞ്ഞു. KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ MLA ആണ് ഇപ്പോൾ മീഡിയ വണ്ണൊപ്പം ചേരുന്നത്. നമ്മളൊരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. എങ്ങനെയാണ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ജില്ലയിൽ? വളരെ ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാതൊരു ആശങ്കയ്ക്കും ഇടയില്ല. പക്ഷേ മുൻകാലത്തൊക്കെ ഇല്ലാത്ത രീതിയിൽ 90% പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും UDF വലിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാക്കും. അതോടൊപ്പം തന്നെ ഇപ്പം ഈ SIR-മായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കയുണ്ട്. ഇന്നലെ മുതൽ BPLR വീടുകളിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. എന്താണ് അതുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ ആളുകൾക്ക് നൽകിയിട്ടുണ്ട്? അല്ല, ഞങ്ങൾ ഇക്കാര്യത്തിൽ കോൺഗ്രസ് ആണല്ലോ ഈ ഒരു കാര്യത്തിൽ ശക്തമായ നിലപാടെടുത്തത്. ശ്രീ രാഹുൽ ഗാന്ധിയാണ് SIR-മായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം ഇന്ത്യയിൽ സംസാരിച്ചത്. അതിനുശേഷമാണ് ബീഹാർ ഹൈക്കോടതിയൊക്കെ അതിനകത്ത് ഇടപെടൽ നടത്തിയത്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾക്കൊരു നിലപാടുണ്ട്. ഞങ്ങൾ കോൺഗ്രസ് അതിന് ശക്തമായ എതിർപ്പുണ്ട്, അതിനോടുള്ള വിയോജിപ്പുണ്ട്. ഇത് ഒരു അജണ്ട മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് BJP ഇത് ചെയ്യുന്നത് എന്ന തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട്. അതിനെതിരെയുള്ള ശക്തമായ പോരാട്ടം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ബീഹാറിൽ നമുക്ക് 65 ലക്ഷത്തോളം ആളുകൾ പുറത്തു പോകും എന്നാണ് കരുതിയിരുന്നെങ്കിലും രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും അതുപോലെ കോടതി ഇടപെടലുമൊക്കെ അത് താരതമ്യേന വളരെ കുറച്ച് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ ഞങ്ങൾ ശക്തമായ നിലപാട് SIR-ലുണ്ട്. ഞങ്ങൾ ഇതിനോട് വിയോജിപ്പുണ്ട്. അല്ല, ഞങ്ങൾ SIR-നെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും കോൺഗ്രസ് ഇതിനകം തന്നെ രാഷ്ട്രീയകാര്യ സമിതിയും അതുപോലെ KPCC ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തു. കഴിഞ്ഞ KPCC മീറ്റിംഗിൽ ഇത് ഗൗരവമായ ചർച്ചയാണ് ഞങ്ങൾ നടത്തിയത്. അതുകൊണ്ട് തന്നെ SIR-നെ നേരിടുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ പ്രോസസ്സ് ആരംഭിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ അതിനുവേണ്ടി എല്ലാ ബൂത്ത് തലങ്ങളിലും പാർട്ടി പ്രവർത്തകർ സജീവമായി ഈ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡിസംബർ 9 ശേഷമാണ് അടുത്ത ഘട്ടം വരുന്നത്. ഇപ്പോൾ BLOമാർ വെരിഫിക്കേഷൻ ഫോം കൊടുക്കലാണ് നടക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അത് അനുബന്ധമായ മറ്റ് കാര്യങ്ങളിലേക്ക് പാർട്ടി കടക്കും. അതോടൊപ്പം തന്നെ ഞങ്ങൾക്കുള്ള ഒരു വ്യത്യസ്തമായ അഭിപ്രായം, ഗവൺമെൻറ് ഈ സമയം ഒരിക്കലും കേരളത്തിൽ SIR-ന് യോജിച്ച സമയമല്ല. പക്ഷേ എനിക്കിപ്പോഴും മനസ്സിലാകാത്തത് തമിഴ്നാട് ഗവൺമെൻറ് അതുപോലെ പശ്ചിമ ബംഗാൾ ഗവൺമെൻറ് ഒക്കെ തന്നെ സുപ്രീം കോടതിയിൽ ഇതിനെതിരായി മൂവ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് കേരള ഗവൺമെൻറ് നിയമപരമായി ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല എന്നുള്ളത് മനസ്സിലാകുന്നില്ല. SIR വിഷയത്തിൽ സർക്കാരും ഇടതുപക്ഷവും ഒരു ഇരട്ടത്താപ്പ് കാണിക്കുന്നു എന്നുള്ളതാണ്. 100% ഇരട്ടത്താപ്പാണ്. എന്തുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അത്തരം നിലപാടെടുക്കുന്നില്ല? എന്തുകൊണ്ട് ഗവൺമെൻറ് ഇത് സുപ്രീം കോടതിയിൽ പോകുന്നില്ല? ജനങ്ങൾ ആശങ്കയിലാണ്. ഇത് ഒരു വോട്ടർ പട്ടിക പുതുക്കൽ മാത്രമായിട്ട് അവശേഷിക്കും എന്നൊരു തോന്നലൊന്നും ആർക്കുമില്ല. BJP ചില അജണ്ടകൾ വയ്ക്കുമ്പോൾ അത് ചിലതിൻ്റെ തുടക്കമാകാം. അതുകൊണ്ട് ആശങ്കയോട് കൂടിയാണ് നോക്കിക്കാണുന്നത്. ഇതിനകത്ത് അത്തരത്തിലുള്ള വോട്ടർ പട്ടിക പരിഷ്കരണം അല്ല ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢോദ്ദേശം എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമാകുന്ന കാര്യമാണ്. ചില അജണ്ടകളുണ്ട് എന്നുള്ളത് BJP-യുടെ നേതാക്കൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്.